ഇന്ന് ഓട്ടിസത്തിനെ പറ്റിയിട്ട് പറയാം. ഓട്ടിസം എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു പേരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അസുഖമായിരിക്കും ഓട്ടിസം എന്ന് പറഞ്ഞാൽ. ADHD പോലെ തന്നെ കുട്ടികളിൽ ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം കൂടിയാണ് ഓട്ടിസം. ഈ പൊതുവെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ പല പ്രവർത്തനങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവും. തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോരോ പ്രവർത്തനങ്ങളാണല്ലോ ചെയ്യണത്. അപ്പോൾ ഓരോ ഭാഗങ്ങളെയും ഈ ഓട്ടിസം ബാധിക്കുമ്പോൾ അത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടായി പോവുക, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുപോലെ ഓട്ടിസം പ്രധാനമായിട്ടും 5 തരത്തിലാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. അതതിൻ്റെ തീവ്രതയും അതിൻ്റെ ലക്ഷണങ്ങളിലുള്ള വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ട് 5 തരത്തിലായിട്ട് വേർതിരിച്ചിട്ടാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് ലെവൽ 1 ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. പേര് കേട്ട് ആരും പേടിക്കണ്ട. ഇതിന് നമുക്ക് ചുരുക്കത്തിൽ ASD എന്ന് പറയാം. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ആസ്പെർജർ സിൻഡ്രം. ഹാൻസ് ആസ്പെർജർ എന്ന് പറഞ്ഞൊരാളിലൂടെയാണ് ഈ ഓട്ടിസവും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ പേരുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് പിന്നെ പോകാം. പ്രധാനമായിട്ട് നമുക്ക് ഈ 5 കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ പറയാം. ഒന്നാമത്തേത് ലെവൽ 1 ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD. ഈ ഒരു തരത്തിലുള്ള ഓട്ടിസം എന്ന് പറഞ്ഞാൽ, ഈ ഒരു തരത്തിലുള്ള ഓട്ടിസം ഉള്ള കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ അല്ലെങ്കിൽ സാധാരണ കുട്ടികളെക്കാളും ബുദ്ധിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഓക്കെ ആയിരിക്കും. അവർക്ക് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുന്നത് സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും അവരുമായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടാവും. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുത്താൽ ചെയ്യാനും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിയും അവർ ഭയങ്കര ഇതായിട്ടുള്ള കുട്ടികളായിരിക്കും. ഈ ലെവൽ 1 ഓട്ടിസം അല്ലെങ്കിൽ ലെവൽ 1 ASD ഉള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയണേ. അവർക്ക് സംസാരത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും ഈ ഒരു തരത്തിലുള്ള ഓട്ടിസം ഉള്ള കുട്ടികൾക്ക്. അടുത്തത് റെഡ് സിൻഡ്രം എന്ന് പറയും. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഓട്ടിസം ഈ അടുത്ത കാലത്തിലായിട്ട് ഈ ഒരു ഓട്ടിസത്തിൻ്റെ ആ ഒരു തരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ചുരുക്കത്തിൽ ആ ഒരു തരത്തിലുള്ള ഓട്ടിസത്തിനെ പറ്റിയിട്ട് പറയാം. കൂടുതൽ വിശാലമായിട്ട് പറയുന്നില്ല, കാരണം ഇപ്പോൾ ഇത് നിലവിലില്ലെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും റെഡ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഇത് പൊതുവെ പെൺകുട്ടികൾക്കാണ് കാണുന്നതെന്നാണ് പറയണത്. അതുപോലെ ഇത് 6 മാസം ആ കുട്ടിക്ക്, അതായത് പെൺകുട്ടികൾക്ക് 6 മാസം ഒക്കെ ആവുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും, അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ പുറപ്പെടുവിക്കും എന്നാണ് പറയണത്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സംസാരത്തിനും അതുപോലെ ഫൈൻ മോട്ടർ, ഗ്രോസ് മോട്ടർ എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ താഴത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ വിരലുകൾ കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ എടുത്താലാണത് കിട്ടുള്ളൂ. ഈ കുട്ടികൾക്ക് അങ്ങനെയുള്ള കൈ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത് നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. എന്നാലും അതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് CDD, അതായത് ചൈൽഡ്ഹുഡ് ഡിസ്ഇൻറ്റിഗ്രേറ്റീവ് ഡിസോർഡർ അഥവാ ഹെല്ലർ സിൻഡ്രം. ഞാൻ പറഞ്ഞല്ലോ, പേരൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. നമുക്ക് ചുരുക്കത്തിൽ പറയാം, CDD എന്നും പറയാം. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പൊതുവെ ആദ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് ചെറുതിലേ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് കുട്ടി നമ്മളുടെ എന്തെങ്കിലും നമ്മൾ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ കളിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് നോക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഓട്ടിസം ഉള്ള കുട്ടികൾ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ പൊതുവെ കുട്ടികൾക്ക് വ്യക്തതയുള്ള, കുറച്ച് വ്യക്തമായിട്ട് നമ്മളെ കാണാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ കാണാനും പറ്റുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളെ കളിപ്പിക്കുമ്പോഴോ നമ്മളല്ലെങ്കിൽ നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള നല്ല ഒച്ചയൊക്കെ കേൾക്കുന്ന നല്ലൊരു പാവേനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അവർ പ്രതികരിക്കും, ചിരിക്കും, കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് അവർ പ്രതികരിക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ
പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 6 മാസമുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സംശയിക്കാം കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു തരത്തിലുള്ള ഓട്ടിസത്തിന്, അതായത് CDD ഉള്ള ഓട്ടിസം, CDD ഓട്ടിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കുട്ടികൾ 2 വയസ്സ് വരെ വളരെ സാധാരണഗതിയിലായിരിക്കും അവരുടെ വളർച്ച. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുകയും ചിരിക്കുകയും ഒക്കെ അവർ ചെയ്യും. 2 വയസ്സ് വരെ കുട്ടിക്ക് യാതൊരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റവും ഒക്കെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അവർ സാധാരണ കുട്ടി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അവരും ചെയ്യും 2 വയസ്സ് വരെ. 2 വയസ്സിന് ശേഷം അവർ ഈ പറയുന്ന ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് പുറകോട്ട് പോവുകയും അവർ ചെയ്യാതാവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഓഫാക്കി കളഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലാങ്കായി പോവില്ലേ? അതുപോലെ തന്നെ 2 വയസ്സ് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 2 വയസ്സിന് ശേഷം നമ്മൾ ഓഫാക്കിയ പോലെ പെട്ടെന്ന് നിന്ന് പോവുകയാണ്. അവർ ഫുൾ ബ്ലാങ്കായി പോവും. അല്ലെങ്കിൽ അവർ അത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും അവർ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിക് ഓട്ടിസ്റ്റിക് ഡിസോർഡർ അഥവാ കെന്നാർ സിൻഡ്രോം എന്നൊക്കെ പറയും. ഇതിൽ പൊതുവായിട്ട് കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റുള്ളവർ പറയുന്നതും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഐ കോണ്ടാക്റ്റ്, നമ്മളുടെ കണ്ണിൽ നോക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചാലോ ഒക്കെ അതിനോട് പ്രതികരിക്കാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത് ഈ കുട്ടികൾക്ക് സൗണ്ടിനോട്, ഏതെങ്കിലും തരത്തിലുള്ള സ്മെല്ലിനോട്, ടേസ്റ്റിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ തൊടുമ്പോൾ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഹോണടിയുടെ സൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നല്ല ഉച്ചത്തിൽ നമ്മൾ പാട്ടൊക്കെ വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി കളയാനായിട്ട് നോക്കും. അതിനോട് അവർക്കൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് ഇതിനെ പറയും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഭയങ്കരമായിട്ട് അവർ പ്രതികരിക്കും. നമ്മൾ ഒച്ചത്തിൽ പാട്ട് വെച്ചു അല്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളൊക്കെ നമ്മൾ ഇരുട്ട് മുറിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അവർ ചാടും അല്ലെങ്കിൽ ഓരോടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അതാണ് ഈ ഒരു കെന്നൽ സിൻഡ്രോത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അതിനോടൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതിനോടൊരു ബുദ്ധിമുട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മെല്ല്, അല്ലെങ്കിൽ എവിടെയെങ്കിലും തൊടുമ്പോൾ, ഇപ്പോൾ ഡ്രസ്സിലൊക്കെ തൊടുമ്പോൾ അവർക്ക് അതിനോടൊരു ഇത് തോന്നുക, ഇറിറ്റേഷൻ തോന്നുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ സൗണ്ടിനോടുള്ള ഇതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓട്ടിസമുള്ള കുട്ടികളെ നമ്മൾ സെൻസറി റൂമെന്ന് പറഞ്ഞിട്ടൊരു റൂമിലാക്കും. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇരുട്ടായിരിക്കും. എന്നിട്ട് അതിനകത്ത് നമ്മളും പല കളറിലുള്ള ലൈറ്റൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈറ്റൊക്കെ അതിനകത്തിടും, പാട്ട് വെക്കും. അതുപോലെ വേറെ എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അവർ ഇരിക്കുന്ന ആ ഒരു മാറ്റ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റ് പോലെ നമ്മളിങ്ങനെ ഷീറ്റ് പോലെ തറയിലിടും. അത് ഭയങ്കര തരിതരിപ്പുള്ള രീതിയിലുള്ളതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കുറച്ച് നേരം റൂം അടച്ചിട്ടിട്ട് നമ്മളത് ചെയ്യും. അവരപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ, ഓടാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവരുടെ ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെ അല്ലെങ്കിൽ ആ ഒച്ചയിനോടും ലൈറ്റിനോടൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കുറക്കണത്. ഇതുപോലെ കുട്ടികളെ സെൻസറി റൂമിൽ കൊണ്ടുപോയി നമ്മളും കൂടെ ഇരുന്നിട്ട് അവരെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ ചെയ്യിക്കും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് PDD അല്ലെങ്കിൽ പെർവസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയും. ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഈ ഒരു ഓട്ടിസത്തിൻ്റെ ഈ ഒരു അവസ്ഥ മറ്റുള്ള തരത്തിലുള്ള ഓട്ടിസത്തിനേക്കാളും കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു തോത് ഭയങ്കര കുറവാണ്. കാരണം സാധാരണ മറ്റുള്ള ഓട്ടിസത്തിൻ്റെ പോലുള്ള ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കുറവായിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓട്ടിസമാണ് ഈ PDD. ഇതിൽ പ്രധാനമായിട്ടും സംസാരത്തിലുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ടാകും. അവരെല്ലാം വൈകിയായിരിക്കും ചെയ്യുന്നത്. നടക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു വൈകിയായിരിക്കും. എല്ലാ കാര്യങ്ങളും വൈകിയായിരിക്കും അവർ ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതിനേലും കുറച്ചും കൂടി വൈകിയായിരിക്കും അവരെല്ലാം ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 തരത്തിലുള്ള ഓട്ടിസം. ഇതിനൊക്കെ പുറമെ
സാധാരണ ഓട്ടിസം ഉള്ള കുട്ടികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ പറയുന്നു. പ്രധാനമായിട്ടും ഹാൻഡ് ഫ്ലാപ്പിംഗ് എന്ന് പറയും. ഹാൻഡ് ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൈ അടിക്കുക എന്ന് നമ്മൾ പറയും. പക്ഷെ സാധാരണ നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമല്ലോ, ആ തരത്തിലുള്ള കൈയടിയല്ല. കൈ നല്ല വീശിയിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ അവരടിക്കുക. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അവരതിൽ ഇഷ്ടം കണ്ടെത്തുന്നുണ്ട്, അവരത് ചെയ്യും. അതുപോലെ ടോ വാക്കിംഗ് എന്ന് പറയും. ടോ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപ്പൂറ്റി തറയിൽ കുത്താതെ നമ്മുടെ ആ ഒരു കാലിൻ്റെ മുൻവശം മാത്രം, ആ വിരലുകളും ആ പാദത്തിൻ്റെ പകുതി ഭാഗവും മാത്രം തറയിൽ മുട്ടിച്ച് ഇങ്ങനെ എങ്ങി നടക്കാമെന്ന് നമ്മൾ പറയില്ലേ, എങ്ങാന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ അവർ നടക്കും, നല്ലോണം നടക്കും അവർ. അതുപോലെ കൈയും കാലും ഒക്കെ വെച്ചിട്ടുള്ള ഓരോ റിപ്പീറ്റായിട്ട്, അതായത് തുടർച്ചയായിട്ട് ഒരേ കാര്യം തന്നെ കൈ വെച്ചിട്ട് ഇപ്പോൾ കൈയിട്ടിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കലാണെങ്കിൽ അത് തന്നെ അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ കുട്ടികൾക്കുള്ളൊരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക ഒക്കെ ആടിക്കൊണ്ടിരിക്കൽ ഇപ്പോൾ നമ്മളും ചെയ്യൂലേ. നമ്മളെന്തെങ്കിലും കാര്യം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ട് അങ്ങനത്തെ സ്വഭാവം, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവം. അത് ഈ കുട്ടികൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അവരെങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു എന്താ പറയുക, ഒരു നിയന്ത്രണമൊന്നുമില്ല. അവർ എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും അവരത്രത്തോളം അത് ചെയ്തുകൊണ്ടിരിക്കും. കൈയും കാലും ഒക്കെ വെച്ചിട്ട് പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓട്ടിസമുള്ള കുട്ടികളെ നമുക്ക് കുറച്ച് നേരം നമ്മളവരെ ശ്രദ്ധിച്ചാൽ അവർക്ക് മനസ്സിലാവും അവർക്ക് ഓട്ടിസം ഉണ്ടെന്ന്. കാര്യം അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാധാരണ ADHD ഒക്കെ ഉള്ള കുട്ടികളെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല, നമുക്ക് കാഴ്ചയിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഓട്ടിസമുള്ള കുട്ടികളെ നമുക്ക് കുറച്ച് നേരം അവരെ ശ്രദ്ധിച്ചാൽ അവരുടെ ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മാക്സിമം അവരെ പുറത്തിറക്കുക, മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ അവരെ കൊണ്ടുപോകും. അവർ ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കും, നമ്മളെ പിടിച്ച് തല്ലും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപദ്രവിക്കും ഒക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ ആദ്യത്തെ 2-3 പ്രാവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോഴൊക്കെ അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം അവർക്ക് ഉണ്ടാവും. പറ്റുന്നത് പോലെ അവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി മറ്റുള്ള ആളുകളുമായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അധികം തിരക്കില്ലാത്ത സ്ഥലത്തൊക്കെ ആദ്യം കൊണ്ടുപോയിട്ട് അവർ കുറച്ചൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് കുറച്ച് ആളുകൾ അധികമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓട്ടിസത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഓട്ടിസത്തിനെ പറ്റിയിട്ടോ വേറെ ഏത് ഡിസോർഡറിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID മെയിൽ അയക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.